ഹലോ. ഇന്നലെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:30 അത് കഴിഞ്ഞാൽ ഞാൻ പോകും, നീ ബസ്സിൽ കയറി വരണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ച് കുട്ടപ്പിയായിട്ടിരുന്ന് നേരെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഉപ്പുമാവ് ഞാനും തമ്മിൽ അത്ര വലിയ പ്രേമത്തിലൊന്നും അല്ലെങ്കിലും കഷ്ടപ്പെട്ട് കഴിക്കാനെടുത്തു. പക്ഷെ കൊള്ളാം. പപ്പടം കൂടി കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പഴം കൂടി കഴിച്ചപ്പോൾ കൊള്ളാം. പിന്നെ എൻ്റെ നാത്തൂനുണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഞാൻ രാവിലെ എണീറ്റൊരു സ്റ്റാറ്റസൊക്കെ ഇട്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്തില്ല, ഒന്ന് ബർത്ത്ഡേ വിഷ് പോലും ചെയ്തില്ല. അവൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്തു. എൻ്റെ അനിയനെ കൊണ്ട് കേക്കൊക്കെ വാങ്ങിച്ചു, ഞാനൊരു കോഡ് സെറ്റൊക്കെ വാങ്ങിച്ചു വെച്ചു, കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷേ എൻ്റെ കഷ്ടകാലം എന്നോണം എനിക്കത് ഇടാൻ പറ്റിയില്ല. സാധാരണ ഞാൻ റെഡിമെയ്ഡ് തുണി വാങ്ങിച്ച പാൻറ്റിനാണ് ടൈറ്റ്, ഇപ്രാവശ്യം ഉടുപ്പിനായിരുന്നു ടൈറ്റ്. വെറുതെ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ച് കീറിക്കളയണമെന്ന് വിചാരിച്ച് ഞാനങ്ങ് അതൊന്ന് ഉപേക്ഷിച്ചു. മനസ്സുകൊണ്ട് നമുക്ക് കൊള്ളാത്ത എന്തിനാണ് നമ്മൾ വരച്ച് കയറ്റണത്. എന്നിട്ട് ഞാൻ വേറെ ചുരിദാറൊക്കെ എടുത്തിട്ട് സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവച്ച് അവളെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അവളും ആകെ ഒന്ന് ഇതായിട്ട് നിൽക്കുകയായിരുന്നു, അവൾ പ്രതീക്ഷിച്ചില്ല. ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് നേരെ ഞങ്ങൾ പാലുകാച്ചിന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പാലുകാച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇക്കടെ അനിയത്തിയുടെ വീട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വേറെ പണിയൊന്നുമില്ല, മുകളിൽ താഴ്ന്ന് വരും ഇരുന്നിരുന്ന് വേര് ഉറച്ചപ്പോൾ ഞങ്ങൾ ഏകദേശം വൈകിട്ട് ഒരു 7 മണിയോടുകൂടി തിരിച്ചു വന്ന് വരണ വഴി നമുക്ക് എല്ലാവർക്കും ഒരു ദാഹിച്ചപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, ഷാർജയും ഷവർമയും ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഇവനാണെങ്കിൽ പിന്നെ ബ്രാക്കില്ലാത്ത ബസ് പോലെ എവിടെ ചെന്ന് ഇടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെല്ലാം ഉറങ്ങിക്കിടന്നതായിരുന്നു, ഉറക്കപ്പിച്ചാണ് ഇതെല്ലാം കാണിക്കുന്നത്. പിന്നെ അതെ, ഷാർജയും ഷവർമയും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷവർമ വാങ്ങിച്ചില്ല, കാരണം ഈ പിള്ളേർ എന്തായാലും ബാക്കിയിടുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിപരമായിട്ട് വാങ്ങിച്ചില്ല. ഇവന്മാർ വാങ്ങിച്ചതിനെയും കഴിച്ചുകൊണ്ട് ഷാർജയും കുടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.